വൃക്കരോഗത്തിന് കാരണമാകുന്നത് നമ്മുടെ ജീവിത ശൈലിയിലും ഭക്ഷണത്തിലും ഉണ്ടായ മാറ്റങ്ങളാണ്. പലപ്പോഴും തുടക്കത്തിലെ അറിയാതെ പോകുന്നതാണ് വൃക്കകൾക്ക് തകരാറ് സംഭവിക്കാൻ കാരണമാകുന്നത്. അസുഖം ഗുരുതരമാകുന്നതും വൃക്കകൾ പ്രവർത്തനരഹിതമാകുന്നതും നമ്മൾ അറിയാറേയില്ല. അധികമാരും അറിയപ്പെടാതെ പോകുന്ന 14 വൃക്കരോഗ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. 1. മൂത്രാശയ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. വൃക്കരോഗത്തിന്റെ അടിസ്ഥാന ലക്ഷണങ്ങളാണ് മൂത്രാശയ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. മൂത്രത്തിന്റെ അളവ് കുറയുക, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുക എന്നിവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മൂത്രത്തിന്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതും മൂത്രത്തിന് കടുത്ത നിറമാകുന്നതും മൂത്രം ഒഴിക്കണമെന്ന് തോന്നുകയും എന്നാൽ മൂത്രം പോകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയും എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. എന്നിരുന്നാലും രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കുന്നതും ദീർഘനേരം മൂത്രം ഒഴിക്കാതിരിക്കുന്നതും വൃക്കരോഗത്തിന്റെ തുടക്കത്തിലുള്ള ലക്ഷണങ്ങളാണ്. 2. മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേദന ഉണ്ടാവുക. മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും വേദന ഉളവാക്കുന്നതും വൃക്കരോഗമുണ്ടാക്കുന്ന അണുബാധയുടെ ലക്ഷണമാകും. മൂത്രനാളിയിലുണ്ടാകുന്ന അണുബാധ വൃക്കകളെ ബാധിക്കുമ്പോൾ കടുത്ത പനിയും പുറംവേദനയും ഉണ്ടാകും. 3. മൂത്രത്തിൽ രക്തം കാണപ്പെടുക. മൂത്രത്തിൽ രക്തം കാണപ്പെടുന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. ഇത് വൃക്കകൾ തകരാറിലാണ് എന്നതിന്റെ പ്രധാന ലക്ഷണമാണ്. 4. പതയും നുരയുമുള്ള മൂത്രം. വൃക്കകൾ തകരാറിലാകുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ നഷ്ടപ്പെടുക വഴിയാണ് മൂത്രം പതയും നുരയുമായി കാണപ്പെടുന്നത്. 5. ശരീരത്തിലും മുഖത്തും നീർക്കെട്ടുണ്ടാവുക. ശരീരത്തിലെ മാലിന്യങ്ങളും ലവണങ്ങളും നീക്കം ചെയ്യുകയാണ് വൃക്കകളുടെ ജോലി. എന്നാൽ വൃക്കരോഗം കാരണം ഇത് സാധിക്കാതെ വരുമ്പോൾ ആവശ്യമില്ലാത്ത ജലവും ലവണങ്ങളും ശരീരത്തിൽ അടിഞ്ഞുകൂടുക വഴിയാണ് നീർക്കെട്ട് ഉണ്ടാകുന്നത്. 6. കടുത്ത ക്ഷീണവും വിളർച്ചയും ബലക്കുറവും. വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന എറിത്രോപോയിറ്റിൻ എന്ന ഹോർമോണാണ് ചുവന്ന രക്താണുക്കളെ ഓക്സിജൻ വഹിക്കാൻ പര്യാപ്തമാക്കുന്നത്. വൃക്കകൾ പരാജയപ്പെടുന്നതോടെ ഈ ഹോർമോണിന്റെ ഉൽപാദനം നിലയ്ക്കുകയും തൽഫലമായി ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇത് വിളർച്ചയ്ക്കും ക്ഷീണത്തിനും ശരീരത്തിന്റെ ബലക്കുറവിനും കാരണമാകുന്നു. 7. തലകറക്കവും ഏകാഗ്രതാക്കുറവും. മേൽപ്പറഞ്ഞ കാരണം കൊണ്ട് രക്താണുക്കൾ ചുരുങ്ങുന്നതോടെ തലച്ചോറിന് ആവശ്യമായ ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇത് തലകറക്കത്തിനും ഏകാഗ്രത കുറയാനും ഇടയാക്കുന്നു. 8. എപ്പോഴും പനിയും വിറയലും അനുഭവപ്പെടുക. ചൂടുള്ള കാലാവസ്ഥയിലും ശരീരം തണുത്തു കുറയ്ക്കുകയും പനിയും അനുഭവപ്പെടുന്നത് വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ്. വൃക്കയിൽ അണുബാധ അഥവാ പൈലോനെഫ്രൈറ്റിസ് എന്ന അവസ്ഥ കാരണമാണ് ഇങ്ങനെ പനിയും വിറയും അനുഭവപ്പെടുന്നത്. 9. ത്വക്കുരോഗവും ചൊറിച്ചിലും. വൃക്കകൾ തകരാറിലാകുന്നതോടെ ശരീരത്തിലെ മാലിന്യങ്ങളും ലവണങ്ങളും രക്തത്തിൽ അടിയുന്നു. ഇത് കാരണമാണ് ത്വക്കുരോഗവും ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകുന്നത്. 10. വായുനാറ്റവും ലോഹരുചിയും. വൃക്കകൾ തകരാറിലാകുമ്പോൾ ശരീരത്തിലെ യൂറിയയുടെ അളവ് കൂടുന്നു. ഈ യൂറിയ പിന്നീട് അമോണിയയായി ഉമിനീരിൽ എത്തുകയും ചെയ്യും. ലോഹത്തിന്റെ രുചി അനുഭവപ്പെടുന്നത് ഇത് കാരണമാണ്. 11. ഓർക്കാനവും ഛർദിയും. വൃക്കകൾ തകരാറിലാകുന്നത് വഴി രക്തത്തിൽ മാലിന്യവും ലവണവും അടിയുന്നത് കാരണം തുടർച്ചയായി ഓർക്കാനവും ഛർദിയും ഉണ്ടായേക്കാം. 12. ഭക്ഷണത്തോട് താല്പര്യം ഇല്ലാതാകുക. വൃക്കകൾ തകരാറിലാകുമ്പോൾ ശരീരത്തിൽ മാലിന്യങ്ങളും വിഷവസ്തുക്കളും അടിയുന്നു. അതുകൊണ്ടാണ് ഭക്ഷണത്തോട് താല്പര്യം ഇല്ലാതാകുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി അനുഭവപ്പെടുകയുമില്ല. 13. ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്. വൃക്കരോഗം മൂലം വിളർച്ച ഉണ്ടാകും. ഇത് ശരീരത്തിൽ എത്തിക്കുന്ന ഓക്സിജന്റെ അളവ് കുറയ്ക്കുന്നു. കൂടാതെ ശ്വാസകോശത്തിൽ ചിലതരം ദ്രവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത്തരം കാരണങ്ങളാൽ ശ്വാസോച്ഛ്വാസം ഏറെ ബുദ്ധിമുട്ടേറിയതാകുന്നു. 14. പുറംഭാഗത്തുണ്ടാകുന്ന വേദന. നടുവിന്റെ താഴെ നിന്ന് മുകളിലേക്ക് അനുഭവപ്പെടുന്ന വേദന വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ്. വൃക്കയിൽ കല്ലുണ്ടാകുമ്പോഴും മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോഴും ഈ വേദന ഉണ്ടായേക്കാം. വൃക്കകളിൽ ദ്രവങ്ങൾ നിറഞ്ഞ് മുഴകൾ ഉണ്ടാകുമ്പോഴും ഈ വേദന. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.